എവിടെ സ്വാമി? തിരുവനന്തപുരം. എന്താ ക്ഷേത്ര പുരോഗതിയാണ്. ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ട് വരികയാണ്? അതെ, ഏതാണ്? വിളക്കത്തിൽ നായർ. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളിവിടെ ഈ ഇതിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്? ക്ഷേത്ര പുരോഗതിയാണ് മുന്നോട്ടൊക്കെയാണ്. എത്ര പേര് വന്നിട്ടുണ്ട്? നമ്മള് എല്ലാവരും 10 പേരിനകത്ത്. അതെ അതെ, അപ്പോൾ ഇത് ഈ സംഭവത്തിൽ വരുന്നതിന്റെ ഭാഗമായിട്ട് ദർശനമുണ്ട്. ദർശനത്തിനൊക്കെ പോയായിരുന്നു അതോ? പോകാൻ പറ്റിയിട്ടില്ല. ഇവിടെ വൈകിട്ടായിരിക്കും പോകുക അല്ലേ? എന്താണ് വിളക്കത്തല നായർ സമാജത്തിന്റെ പ്രവർത്തകരാണുള്ളത്. എന്താണ് ഈ ഒരു സംഗമം വരുന്നത്? നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ സംഗമത്തിലേക്ക് പോകുന്നത്. നമ്മുടെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട്, വിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു പ്രതീക്ഷ? തീർച്ചയായിട്ടും വിശ്വാസത്തിൻ്റെ ഭാഗം ഒരു ഭാഗത്താണെങ്കിൽ പോലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും മാറി നിന്ന് എതിർക്കുകയാണ്. ഇവിടെ വന്ന് എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് പലരും വിമർശിക്കുന്നത്. വിമർശിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇവിടെ വന്ന് ആദ്യം ഇതെന്താണ് ഇവിടെ നടക്കുന്നത്, സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ വിമർശിക്കേണ്ടത്. വിമർശിക്കേണ്ട കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച്, വിളക്കത്തല നായർ സഭയെ സംബന്ധിച്ച് യാതൊരു സർക്കാരിൻ്റെ ഭാഗമാണ് എന്നൊന്നും ഞങ്ങൾ നോക്കാറില്ല. വിമർശിക്കേണ്ട കാര്യമാണെങ്കിൽ ഞങ്ങൾ കൃത്യമായി വിമർശിക്കും. അനുകൂലിക്കേണ്ട കാര്യമാണെങ്കിൽ അനുകൂലിക്കുക തന്നെ ചെയ്യും. ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണോ, ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണോ, എന്താണ് ഉന്നയിക്കാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും ശബരിമലയുടെ വികസനം ഉണ്ട്. അതോടൊപ്പം തന്നെ ആചാരം നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹവും കൂടെ ഞങ്ങൾക്കുണ്ട്, ഞങ്ങളെ സംഘടനയെ സംബന്ധിച്ച്. അത് പറയാനുള്ളൊരു വേദിയല്ല ഇത് എന്നാണ് സർക്കാർ തന്നെ വിശദീകരിച്ചത്. ആചാരപരമായ ഒരു സെഷൻ ഇവിടെ ഇല്ല. തീർച്ചയായിട്ടും വികസനമാണെങ്കിൽ ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇന്നത്തെ ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും വികസനം നടത്തേണ്ടത് തന്നെയാണ്. ഈ ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട് വിളക്കത്തല സമാജത്തിന്റെ സഭയുടെ നിലപാട് എന്താണ്? ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനാചാരങ്ങൾ എതിർത്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത്. അനാചാരങ്ങളെ എന്നും എതിർക്കുന്ന ഒരു സംഘടനയാണ് വിളക്കത്തല നായർ സഭ എന്ന് പറയുന്നത്. ആചാരങ്ങൾ നിലനിർത്തേണ്ടതാണ് എങ്കിൽ അവ നിലനിർത്തി തന്നെ മുമ്പോട്ട് പോകണം. ശബരിമല ആചാരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് അറിയാലോ. തീർച്ചയായിട്ടും ഒരു 10-50 പ്രായമുള്ളവർക്ക് ഒരു വിലക്കുണ്ട്, അതെ, അല്ലെങ്കിൽ ഒരു നിയന്ത്രണമുണ്ട്. അതെ, അതിനെ പിന്തുണയ്ക്കുന്നത് യുവതീ പ്രവേശനം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു കാര്യമല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കാരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടും തീരുമാനിച്ച കാര്യമാണ്. ഇതില്ലാതെ സർക്കാർ എടുത്ത ഒരു നിലപാടല്ല. അതുകൊണ്ട് തന്നെ ആചാരാനുഷ്ഠാനങ്ങൾ തുടർന്ന് മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഏതായാലും ഇപ്പോൾ